ഇവിടെ മനു സൂചിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം പോലും ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. അതടക്കം പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനെ എങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്ന് പറയുമ്പോൾ മനു, തീർച്ചയായും ഈ ആക്രമണം നടത്തിയവർ ആരൊക്കെ, അവരുടെ പശ്ചാത്തലം എന്തായിരുന്നു? അവർ പാർലമെന്റിനകത്ത് കടന്നത് ഒരു ബിജെപി എം പിയുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങാനും പ്രതിപക്ഷ നിരയിലെ ഒരു എം പിയുടെ പാസ് ആയിരുന്നുവെങ്കിൽ അത് എത്രത്തോളം ബിജെപി പ്രയോജനപ്പെടുത്തുമായിരുന്നു, ഈ വിഷയത്തെ എത്രത്തോളം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു എന്നുള്ളതുമുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഈ 2023 ഡിസംബർ 14 ശേഷം ആ പ്രതിഷേധത്തിന് കൂടുതൽ ആക്കം കൈവരികയാണ് ചെയ്തത്. അതായത് 14 അംഗങ്ങളെ പുറത്താക്കി എങ്കിൽ പോലും ഡിസംബർ 18 വീണ്ടും 78 എം പിമാർക്ക് സസ്പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് 14 എം പിമാര്, സാധാരണ 14 എന്നതൊരു ചെറിയ സംഖ്യയാണ് എങ്കിൽ 78 എം പിമാരെ ഡിസംബർ 18 സസ്പെൻഡ് ചെയ്തു എന്നുള്ളത്, അതാണ് ഒരു പക്ഷേ ഈ പ്രതിപക്ഷ നിരയെപ്പോലും അത്ഭുതപ്പെടുത്തിയത്. ഇത്രയധികം അംഗങ്ങളെ ഒറ്റയടി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു കൂട്ട സസ്പെൻഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധം. ലോക്സഭയിൽ നിന്നുള്ള ആളുകൾ, രാജ്യസഭയിൽ നിന്നുള്ള ആളുകളും അതിൽ കാര്യമായി ഉണ്ടായിരുന്നു. അതാണ് 78 ഉയർന്നത്. എന്തായാലും അടുത്ത ഡേറ്റകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തിനായിരുന്നു ആ പ്രതിഷേധം എന്നുള്ളതിലേക്കാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് 13-ാം തീയതി അതിക്രമം നടന്ന് ഉച്ചയ്ക്ക് ശേഷം സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഈ വിഷയം ഗൗരവത്തോടെ കാണണം എന്നുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ ആഭ്യന്തരമന്ത്രിയാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് എന്ന കൃത്യമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. എന്നാൽ അതിനോട് മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ അംഗങ്ങൾ നിൽക്കുന്നു. തൊട്ടടുത്ത ദിവസം ഡിസംബർ 19 സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് 49 എം പിമാർക്ക് കൂടി സസ്പെൻഷൻ ലഭിക്കുകയാണ്. അതായത് ആദ്യത്തെ ദിവസം 14, പിന്നീടത് 78, വീണ്ടും 49. ഈ നിലയിലേക്കായിരുന്നു മനു സസ്പെൻഷൻ നേരിട്ടത്. അതിൽ ഒരു ഡേറ്റ കൂടി പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെക്കുകയാണ്. മനു നേരത്തെ സൂചിപ്പിച്ചു ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ 141 അംഗങ്ങൾ ആണ് ആകെ സസ്പെൻഷനിലായിട്ടുള്ളത്. അവിടെ ലോക്സഭയിൽ നിന്ന് 95 അംഗങ്ങൾ, രാജ്യസഭയിൽ നിന്ന് 46 അംഗങ്ങൾ. ഈ നിലയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നിര പുറത്തിരിക്കുന്നത്. മനു, അതെ, ഇത് പക്ഷേ ഇതിലൊരു കാര്യം, ഈ സ്പീക്കറിന്റെ നടപടിയെ ഒരുപക്ഷെ രാഷ്ട്രീയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്പീക്കർക്ക് അതിനുള്ള അധികാര പരിധി നൽകുന്നു ഈ നിയമസഭയുടെ അല്ലെങ്കിൽ ലോക്സഭയുടെ നടപടിക്രമങ്ങൾ. ഈ റൂൾ 373 പറയുന്നത് ഈ ഗ്രോസ് ഡിസോർഡർലി, അതായത് ഏതെങ്കിലും ഒരു അംഗം മൊത്തം ക്രമം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം സഭയിൽ ഉണ്ടായാൽ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ സഭയിൽ നിന്ന് മാറ്റി നിർത്താം, വിലക്ക് കൽപ്പിക്കാം എന്ന് പറയുന്നു. ആ നിയമത്തിന്റെ വശമായി പറയുന്ന മെമ്പർ ഈസ് റിക്വസ്റ്റഡ് ടു ഡു സോ ഫോർവിത്ത് ആൻഡ് സ്റ്റേ അവേ ഫ്രം ദ റിമൈനിങ് ഡേയ്സ് ഓഫ് ദ സിറ്റിംഗ് എന്ന്, അങ്ങനെ ആ ദിവസത്തെ ഇതിൽ നിന്നാണ്. പക്ഷേ സസ്പെൻഷൻ നടപടികൾ വരുന്നതോടുകൂടി അത് ആ സെഷന്റെ അവസാനം വരെ ആകാം, അല്ലെങ്കിൽ അടുത്ത 5 ദിവസത്തേക്കാകാം. ഏതാണ് ആദ്യം തീരുന്നത് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ റൂൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈ ഡിസംബർ 5 ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2001. അതിൽ വളരെ കൃത്യമായി പറയുന്നു, അത് സ്പീക്കർ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെ ഇങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകും ഫോർ 5 കോൺസിക്യൂട്ടീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 5 ദിവസമോ അല്ലെങ്കിൽ സെഷൻ അവസാനിക്കുന്നതിനോ ഏതാണ് ഏറ്റവും കുറവ് ആ നടപടിയിലേക്ക് നീങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ എം പിമാർക്ക് 22 വരെ അവരുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ ആകില്ല എന്ന് വളരെ വ്യക്തമായി ഈ റൂൾ ബുക്ക് പറയുന്നു. അതിൻ്റെ ഏറ്റവും 2021 അതിൻ്റെ ഫൈനൽ ഈ ക്ലോസ് കൂടി അതിലേക്ക് വരുന്നത്. അപ്പോൾ അത് കരുതിക്കൂട്ടിക്കൊണ്ട് വിൽഫുള്ളി ഒബ്സ്ട്രക്റ്റിംഗ് ദ ബിസിനസ് ആൻഡ് ഷൗട്ടിംഗ് സ്ലോഗൻസ് ആൻഡ് അതർവൈസ് എന്ന് വെച്ചാൽ സഭയുടെ മൊത്തത്തിലുള്ള നടത്തിപ്പിന്
തടസ്സപ്പെടുത്തിക്കൊണ്ട് കരുതിക്കൂട്ടി ബഹളങ്ങൾ മുഴക്കുക, അതുപോലെ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ നടപടികൾക്കെതിരെയാണ് ഈ കർശനമായ നിലപാട് ഈ റൂൾ ബുക്കിൽ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ സഭ കുറെ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന നിലപാട് ഇത് ഇപ്പോഴല്ല, നേരത്തെ ഉള്ള ആളുകൾ കണ്ടതിന്റെ ഭാഗമായാണ് ഈ ഇത്തരം നിയമങ്ങൾ ഇതിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തത്. പക്ഷേ ഇക്കാര്യം സൂചിപ്പിക്കുമ്പോഴും നമുക്കറിയാം 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കീഴ്വഴക്കങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഒരു കാലഘട്ടത്തിലൊക്കെ സഭാ നടപടികൾ ആരംഭിക്കുന്ന ദിവസം ഫസ്റ്റ് ഡേ അന്ന് അന്തരിച്ച പ്രമുഖർ ആയവർക്ക് സഭാംഗങ്ങൾക്കൊക്കെ ആദരം അർപ്പിച്ച സഭാ നടപടികൾ പിരിയുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് തിരുത്തുന്നു. അതിനുവേണ്ടി തുടക്കത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചാൽ പിന്നീട് നടപടികളിലേക്ക് കടക്കുന്നു. അത്തരം ചില കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. കാരണം ഈ സഭാ നടപടികൾക്ക് വലിയ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ തന്നെയാണ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാർലമെന്റ് നടപടികൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ എന്ന പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിന് അധികവും അതിന്റെ ആവശ്യമില്ല എന്ന പൊതുവിലയിരുത്തലിലേക്കാണ് വന്നത്. പക്ഷേ ഈ അധികാര കേന്ദ്രങ്ങൾക്ക് ഉള്ള പവർ എന്ത് എന്നത് അതിപ്പോൾ കേരളത്തിലടക്കം സ്പീക്കർക്ക് ഇതിന്റെ പുറത്തൊരു ചെറിയൊരു ഇതും കൂടി, അതായത് സ്പീക്കർ അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ അതിനെ റദ്ദ് ചെയ്യാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ പിന്തുണ ഇല്ലാത്തൊരു സാഹചര്യം എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അത് സാധ്യമാകില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ അത് ഒരു പ്രമേയത്തിലൂടെ വോട്ടിനിട്ട് വേണമെങ്കിൽ ഈ എം പിമാരെ തിരിച്ചെടുക്കണം എന്ന ഒരു നിലപാട് ഇതിലുണ്ട്. ഞാനിപ്പോൾ നേരത്തെ റൂൾ 374ന്റെ കാര്യം അത് ലോക്സഭയെ സംബന്ധിക്കുന്നതാണ്. ഇതേ റൂൾ തന്നെയാണ് പിന്നെ രാജ്യസഭയിലും റൂൾ 255 ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവിടെ നിരന്തരം തുടർച്ചയായി കരുതിക്കൂട്ടി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ആൾക്ക് നടപടിയെടുക്കുക എന്നത് സ്പീക്കറിൽ നിക്ഷിപ്തമായ ഒരു അധികാരമാണ്. അത് വേണമെങ്കിൽ സഭയിൽ ആളുകൾക്ക് ഒരു പ്രമേയത്തിലൂടെ അത് തിരിച്ച്, അതായത് ഈ സഭാധ്യക്ഷനായ വ്യക്തി, അദ്ദേഹവും ഒരു വ്യക്തിയാണല്ലോ, ഒരു പ്രകോപനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യമൊക്കെ തോന്നി വെറുതെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് സ്പീക്കറെ തിരുത്തുക, അതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. ഇത്രമേൽ ആലോചിച്ച് നമ്മുടെ മൊത്തം സംവിധാനത്തിന്റെ ഒരു മികവ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയും. അതായത് ഇവിടെ എല്ലാവർക്കും അധികാരങ്ങളുണ്ട്, എന്നാൽ എല്ലാ അധികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ചില പരിമിതികളുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ പാർലമെന്റിന് എങ്ങനെ നിയന്ത്രിക്കാം? പാർലമെന്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്, പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ഷൻ കമ്മീഷന് വലിയ അധികാര പരിധിയുണ്ട്, പക്ഷേ ജഡ്ജിമാരുടെയും സുപ്രീം കോടതി ജഡ്ജിനെ പോലും ഇംപീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അധികാരം. അത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ എത്ര മനോഹരമായാണ് നമ്മുടെ ഈ നിയമ സംവിധാനത്തെ ആർക്കും ഒരിക്കലും പരമാധികാരം കിട്ടാത്ത തരത്തിൽ, അത് ഇപ്പൊ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം നേടുന്ന ഒരു പാർട്ടിക്ക് പോലും വലിയ പരമാധികാരം കിട്ടാത്ത തരത്തിൽ അത് എല്ലാ കേന്ദ്രങ്ങളിലേക്കും അങ്ങനെ വിന്യസിച്ചു വെച്ചതുകൊണ്ട് എല്ലാ ആളുകൾക്കും അവരുടേതായ റോൾ അതിൽ, അതായത് പരസ്പര പൂരകമായി വർത്തിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനും അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കൂ എന്ന തരത്തിലാണ് നമ്മുടെ ചട്ടങ്ങൾ എല്ലാം രൂപപ്പെടുത്തിയെടുത്തത് എന്നത് തന്നെയാണ്. അതിനൊരു ബിഗ് സല്യൂട്ട് എന്തായാലും ഈ ഭരണഘടന തയ്യാറാക്കിയ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ആ സമിതി. അതെ, കോടതി, അതുപോലെ പിന്നെ കംട്രോളർ, ഓഡിറ്റർ ജനറൽ, അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ പരമോന്നതങ്ങളായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നത് അവരൊക്കെ അധികാരത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്പീക്കർക്കും വലിയ പരിധികളുണ്ട്. അതാണിപ്പോൾ നമ്മൾ എന്തായാലും ഈ ഭരണഘടനാ ശില്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ നിയമസഭയിൽ നിന്ന് നെഹ്റുവിന്റെ ചിത്രം മാറ്റി അവിടെ അംബേദ്കറിന്റെ ചിത്രം വെച്ചിട്ടുണ്ട് BJP. അത് ഇലക്ഷൻ ചാനലിന്റെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകളിൽ ഒന്നാണ്. അതിനും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഏത് നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇനി വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക് പ്രേക്ഷകർ എത്തുമ്പോൾ അവിടെ ഈ നിലവിലെ സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് സസ്പെൻഷനിലായ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നത് കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം പോകുന്നത് ലോക്സഭയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിലേക്കാണ്. നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ശശി തരൂർ, മനീഷ് തിവാരി, കാർത്തി ചിദംബരം ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ സസ്പെൻഷനിലാണ്. ഫറൂഖ് അബ്ദുള്ളയുണ്ട്, ഡിംപിൾ യാദവ്, സുപ്രിയ സുലെ,
ഉൾപ്പെടെയുള്ളവർ ഡാനിഷ് അലിയും സുശീൽ കുമാർ റിങ്കുവും അടക്കം AAP-യുടെയും BSP-യുടെയും DMK-യുടെയും നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. രാജ്യസഭയിലെ പട്ടിക പരിശോധിച്ചാൽ അവിടെ ജയറാം രമേശിനെ പോലെ, അതായത് വളരെ വർഷങ്ങളായി സഭാ നടപടികളിൽ ഉൾപ്പെടെ വ്യാപൃതനാകുന്ന ജയറാം രമേശ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തിയിട്ടുള്ളത് കേരളത്തിൽ നിന്നല്ല. ഹനുമന്തയ്യ, രൺദീപ് സിംഗ് സുർജേവാല, ശാന്തനു സെൻ, മനോജ് കുമാർ ഝാ, രാം ഗോപാൽ യാദവ്, കനിമൊഴി, ജോൺ ബ്രിട്ട CPIM-ന്റെ MP ഉൾപ്പെടെ ഉള്ളവർ ആണ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. ഇങ്ങനെ പ്രമുഖരായ നേതാക്കളെല്ലാം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത്. ഇവിടെ മനു, നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനില്ല എങ്കിൽ ഇതിപ്പോൾ ആദ്യമായാണോ ഇങ്ങനെയുള്ള പിരിച്ചുപിടിയിൽ എന്ന് സാങ്കേതികമായി പറയുകയല്ല, സസ്പെൻഷൻ ഉണ്ടാകുന്നത് എന്നതുൾപ്പെടെയുള്ള ചരിത്രം പരിശോധിക്കാം. ഇത് ഒരു 33 വർഷത്തിന് ശേഷമാണ് നമുക്കിപ്പോൾ ഇങ്ങനൊരു വലിയ ഒരു കൂട്ട പിരിച്ചുവിടലിലേക്ക് വരുന്നത്. ഈ 89-ലുണ്ടായ ഒരു പിരിച്ചുവിടൽ 63 പേരെ ആണെന്ന് പിരിച്ചുവിട്ടത്. അത് വലിയൊരു രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലം. നമുക്ക് ആ ഡേറ്റകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1989-ലെ ലോക്സഭയിലെ കൂട്ടപ്പിരിച്ചുപിടിയിൽ എന്നതായിരുന്നു ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്രയധികം, അതായത് ഒരു കൂടുതൽ അംഗങ്ങളെ ഒറ്റയടി പിരിച്ചുവിടുന്ന ഒരു സമീപനം എന്നത്, പിരിച്ചുവിടുക എന്നാൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായത് 1989-ൽ ആയിരുന്നു. യെസ് മനു. അതെ, അത് അന്ന് ഉണ്ടാകുന്നത് അത് ഇന്ദിരാഗാന്ധി വധത്തിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ ഈ അന്വേഷണ കമ്മീഷന്റെ തലവൻ ആയിരുന്ന ജസ്റ്റിസ് താക്കർ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുകയാണ്. അതിനെ ചൊല്ലിയാണ് വലിയ തർക്കവും വിവാദവും ഉണ്ടായത്. അങ്ങനെ നടപടി MP-മാർക്കെതിരെ വരുന്നു. പക്ഷേ അതിൽ ഒരു കാര്യമുണ്ടായത്, അന്ന് 3 MP-മാർ, അതിൽ പേരില്ലാത്ത ജനതാ വിഭാഗത്തിൽപ്പെട്ട സെയ്ദ് ഷഹാബുദ്ദീനും അതുപോലെ പിന്നെ GM ബനത്വാല, പിന്നെ MS ഗിൽ, പിന്നെ നമ്മുടെ ഷമീന്ദർ സിംഗ് തുടങ്ങിയ MP-മാർ, അവരുടെ പേര് അതിലുണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളെയും പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഏതായാലും അതിൻ്റെയൊക്കെ ശേഷം പക്ഷേ ഇതുപോലെ ആയിരുന്നില്ല സംഭവം. വൈകുന്നേരത്തോടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ചർച്ച ചെയ്യുകയും ധാരണയാകുകയും ചെയ്തു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവർ സ്പീക്കറോട് തങ്ങളുടെ നടപടിയിൽ ക്ഷമാപണം നടത്തുകയും പിന്നെ അവർ സഭയിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തു. അത് അന്ന് ആ നടപടി അത് അങ്ങനെ പോവുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഉണ്ടായൊരു കാര്യം, ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവിടെ ഈ ധവാന് വലിയ പങ്കുണ്ട് എന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തർക്കം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ വന്നു. RK ധവാൻ അത് അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ധവാന് ഒട്ടനവധി ധവാന്റെ ചില നടപടികളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ധവാൻ ഇന്ദിരാഗാന്ധിക്ക് അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ തന്നെ സമയം അതിൻ്റെ ചിട്ടപ്പെടുത്തിയത് ഒക്കെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണോ എന്നൊരു സംശയം ഈ കമ്മീഷൻ്റെ ചെയർമാൻ മുന്നോട്ട് വെച്ചു. 314 പേജുള്ളൊരു റിപ്പോർട്ടിൽ 213 പേജും ഈ RK ധവാനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ധവാൻ പക്ഷേ പിന്നീട് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ഭാഗം കോൺഗ്രസിൽ ചേരുകയും രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം സഭയെ കൊടുമ്പിരി കൊള്ളിച്ചു. അതിനെ തുടർന്നാണ് അന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി സഭയുടെ നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഈ MP-മാരെ പുറത്താക്കുന്ന ഒരു രീതി ഉണ്ടായി. ഇതാണ് BJP എല്ലാ കാലത്തും കോൺഗ്രസിനെതിരെ ഒരു വലിയ ആയുധമായി ഉയർത്തിയിട്ടുള്ളത്. കാരണം അന്ന് കോൺഗ്രസിന് വലിയ ഒരു മെജോറിറ്റി പാർലമെന്റിൽ കിട്ടിയൊരു സമയത്താണ് ഈ നടപടി ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു സമയത്ത് കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന, അവരെ വിലക്കുന്ന, സഭയിലെത്തുന്നതിന് വിലക്കുന്ന നടപടികൾ നടന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നീടുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇത് BJP സ്പീക്കർമാർ ആളുകളെ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനൊക്കെ ആയിരിക്കുന്നവർ സഭാംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം നമുക്ക് വരുന്നത് സമാനമായൊരു സംഭവം പിന്നെയും ഉണ്ടായി 2015. അതെ,
2015 ഈ തർക്കം മുറുകുന്നു. അവിടെ അന്ന് വെങ്കയ്യ നായിഡു പിന്നെ ഈ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കോൺഗ്രസ് മുൻപ് ഈ സാധനം ചെയ്തിട്ടുണ്ട് എന്ന് പലതവണ സഭാവിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് എന്ന് പലതവണ ഈ പിന്നെ രാജ്യസഭയിലെ ആളുകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പിന്നെ അന്ന് 25ഓളം MP-മാർക്കാണ് നടപടി നേരിട്ടത്. അന്ന് അതിനെ ബ്ലാക്ക് ഡേ എന്നാണ് പിന്നെ കോൺഗ്രസ് വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് ഒരു പ്രധാന കാരണം ആദ്യത്തേത് ഇന്ദിരാഗാന്ധിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ ധവാന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ധവാൻ ഈ ഇന്ദിരാഗാന്ധിയുടെ ടെലിവിഷൻ ഇൻ്റർവ്യൂവിൻ്റെ സമയം അതിൽ ഒരു ചെറിയ മാറ്റം വരുത്താനൊക്കെ ശ്രമിച്ചു എന്നത്, അതുപോലെ ഈ പിന്നെ അദ്ദേഹത്തിന് ഈ ഇന്ദിരാഗാന്ധിയുടെ ഘാതകരുമായി ചെറിയ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നവരെ പറ്റി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അടുത്തത് ഈ സുഷമ സ്വരാജിനെ സംബന്ധിച്ചും അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനും എതിരെയായിരുന്നു ഈ അടുത്ത പ്രതിഷേധം. അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് സുഷമ സ്വരാജും അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനും എതിരെ നടപടി വേണം, കാരണം ഇവർക്ക് ഈ ലളിത് മോദിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പിന്നെ കോൺഗ്രസും അതുപോലെ അവരുടെ സഖ്യ സംഘങ്ങളൊക്കെ എത്തുകയും ഈ പ്രശ്നം ഉയർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഈ വ്യാപം അഴിമതിയിൽ കുടുങ്ങി. വ്യാപം നമുക്കറിയാലോ, വലിയ ഒരു മൾട്ടി ഇതായിട്ടുള്ള ഒരു വലിയ തട്ടിപ്പ് കേസാണ്. അത് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്, മെഡിക്കൽ രംഗത്തും അതുപോലെ സർക്കാർ സേവനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ തട്ടിപ്പ് നടന്നതിന് ശിവരാജ് സിംഗ് ചൗഹാനെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ നടപടി വേണം. അതുപോലെ വസുന്ധര രാജിക്ക് എതിരെയും ഈ ലളിത് മോദിയുമായി അടുപ്പമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്ന് അന്ന് നമ്മുടെ സ്പീക്കറായിരുന്നത് സുമിത്ര മഹാജനായിരുന്നു. സുമിത്ര മഹാജൻ ഇതിൽ ഒരു കടുംപിടുത്തം അതിൽ ഉണ്ടായി. ഒരു ടഫ് ആക്ഷൻ എന്ന നിലയിൽ അവർ ഈ വാക്ക്, അതായത് പെർസിസ്റ്റൻ്റ്ലി ആൻഡ് വിൽഫുള്ളി ഒബ്സ്ട്രക്റ്റിംഗ് ദ ഹൗസ് എന്ന് പറഞ്ഞത്, അതായത് നിരന്തരവും തുടർച്ചയായി സഭയുടെ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ഒരു നിലപാട് ആണ് ഈ അംഗങ്ങൾക്കുള്ളത് എന്നാരോപിച്ചുകൊണ്ട് അവർ അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് സോണിയാഗാന്ധിയും അവരൊക്കെ വലിയ ശക്തമായ ഈ പ്രതിഷേധവുമായി വന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഈ TMCയും അതുപോലെ നമ്മുടെ CPIM-ൻ്റെ കരുണാകരൻ, P. കരുണാകരൻ ഉണ്ടല്ലോ MP. അപ്പോൾ ഇവരൊക്കെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയൊക്കെയുള്ള നീക്കങ്ങൾ അന്ന് നടത്തിയതൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായി ആണ് ഒരു പക്ഷേ ഇത്ര വലിയ ഒരു ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു അംഗങ്ങളെ, ഇത്ര വലിയ സംഖ്യ അംഗങ്ങളെ മാറ്റി നിർത്തുന്നത്, സഭയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നത് ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ നേരത്തെ ഇത് കോൺഗ്രസ് ചെയ്തിട്ടുള്ളതാണ്, നേരത്തെ ഇത് വെങ്കയ്യ നായിഡു ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സഭയിലൊരു പുതിയ കാര്യമല്ല. പക്ഷേ 2024 ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുമ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷന്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ തീർച്ചയായും അതായത് MP-മാരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ എന്നത് ചരിത്രത്തിലുണ്ട് എങ്കിൽ പോലും അത് വളരെ അപൂർവമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ഗൗരവമായ വിഷയങ്ങളിലായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് മാസ് സസ്പെൻഷൻ എന്ന് തന്നെ, അതായത് കൂട്ട പിരിച്ചുപിടിയിൽ അല്ലെങ്കിൽ കൂട്ട സസ്പെൻഷൻ, പിരിച്ചുപിടിയിൽ എന്നത് സാങ്കേതികമായി തെറ്റാണ്, കൂട്ട സസ്പെൻഷൻ വേലവിലക്ക് തൽക്കാലത്തേക്ക് കൊടുക്കുക. അതെ, ആ നിലയിൽ നമുക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്തായാലും അതേസമയം അയോഗ്യരാക്കപ്പെടുന്ന, ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മുഹുമ മൈത്രേയ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MP-യെ പുറത്താക്കിയത്. അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലായെങ്കിൽ കോടതി തെരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ അയോഗ്യമാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ അടക്കം MP-മാർ ശിക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് ആ പദവികൾ നഷ്ടപ്പെടാറുണ്ട്. അത്തരം സംഭവങ്ങളൊന്നുമല്ല ഇന്ന് ഇലക്ഷൻ ചാനൽ ഇതുവരെ സൂചിപ്പിച്ചത്. മറിച്ച് പാർലമെന്റിൽ കൂട്ടമായി സസ്പെൻഷൻ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടോ, അത് ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ വിഷയങ്ങളിൽ എന്നതാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവച്ചത്. പക്ഷേ മനു സൂചിപ്പിച്ചതുപോലെ 2024 തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് 141 അംഗങ്ങൾ പാർലമെന്റിന് പുറത്തിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഇനിയുള്ള നീക്കങ്ങൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതെന്തെന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.